കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൗജന്യമായിരുന്ന 14 പരിശോധനകൾക്ക് ഇനി മുതൽ നമ്മൾ പണം നൽകണം. പാത്തോളജി ലാബിൽ ലഭ്യമായിരുന്ന പരിശോധനകൾക്കാണ് 30 രൂപ മുതൽ 800 രൂപ വരെ ഈടാക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ നമ്മളോടൊപ്പം ചേതൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ചേതൻ, അതായത് നമ്മളൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ സാധാരണക്കാരായ മനുഷ്യരെത്തുന്നത് സൗജന്യമായി ഏറ്റവും മികവുള്ള ചികിത്സ ലഭ്യമാകുന്നതിനാണ്. പരിശോധനകളടക്കം ഏറ്റവും കുറഞ്ഞ തുകയിൽ അല്ലെങ്കിൽ തുക കൊടുക്കാതെ തന്നെ നമുക്ക് ലഭ്യമായിരുന്നു പോയ വർഷക്കാലം. പക്ഷേ ഇനി ഇതാ പരിശോധനകൾക്കൊക്കെ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ സർക്കാരിന്റെ കാലത്ത്. എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് ചേതൻ? മനു സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണക്കാർക്ക് വലിയൊരു കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. സാധാരണക്കാർക്ക് വളരെ ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രികൾ തന്നെ ജനങ്ങളുടെ കഴുത്തറക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമായും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഈ പരിശോധനകളൊക്കെ സൗജന്യമായിരുന്നു. എന്നാൽ ഈ പരിശോധനകളൊക്കെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ UDF സർക്കാർ കുത്തനെ ഈ പരിശോധനകളുടെ നിരക്ക് ഉയർത്തിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൗജന്യമായിരുന്ന 14ഓളം പരിശോധനകൾക്കാണ് ഇപ്പോൾ ഫീസ് ഏർപ്പെടുത്തിയത്. ഇതിൽ പാത്തോളജി ലാബിൽ ലഭ്യമായിരുന്ന പരിശോധനകൾക്ക് 30 മുതൽ 800 രൂപ വരെയാണ് ഈടാക്കുന്നത്. ഒപ്പം തന്നെ ക്യാൻസർ കണ്ടെത്താനുള്ള ബയോപ്സി പരിശോധനയ്ക്ക് ഉൾപ്പെടെ പണം ഈടാക്കാൻ തുടങ്ങി എന്നതാണ് നമ്മൾ ഏറ്റവും സങ്കടകരമായ കാര്യം. ഒപ്പം തന്നെ കൊയോഗുലേഷൻ അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധനകൾക്കും ചെലവ് ഇനി മുതൽ ഏറുന്നതായിരിക്കും. ലൂപ്പസ് ആന്റി കോഗുലൻ പരിശോധനയ്ക്ക് 800 രൂപ മനു നൽകണം. അതുപോലെ തന്നെ ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, ഹെമറ്റോളജി വിഭാഗങ്ങളിലെ പതിവ് പരിശോധനകൾക്കും ഇനി മുതൽ പണം ഈടാക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ആശുപത്രി അധികൃതരുടെ ന്യായീകരണം എന്ന് പറയുന്നത് ഈ റീജിയനുകളുടെ അടക്കം ചെലവ് വർദ്ധിച്ചതാണ് ഫീസ് നിശ്ചയിക്കാൻ കാരണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പലരും പരിശോധന നടത്തി ഈ ടെസ്റ്റ് റിസൾട്ട് വാങ്ങാതെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇത്തരത്തിൽ നിരക്ക് ഏർപ്പെടുത്തേണ്ടി വരുന്നത് എന്നാണ് ആശുപത്രി വൃത്തങ്ങളുടെ ന്യായീകരണം. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കോഴിക്കോട് സർക്കാർ ഇടപെട്ട് ആശുപത്രികളിലേക്ക് ആ ഭാരം എത്താതെ നോക്കുകയല്ല ചെയ്യേണ്ടത്. അതല്ലേ സർക്കാരിന്റെ ചുമതല എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, ചിലരൊക്കെ റിസൾട്ട് വാങ്ങാതെ പോകുന്നുവെന്ന് ആരെങ്കിലും ചെയ്യുന്ന കുറ്റങ്ങൾക്ക് സാധാരണക്കാരായ എല്ലാ മനുഷ്യരെയും ശിക്ഷിക്കുകയാണോ? തീർച്ചയായും ഈ സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തോളം കണ്ടു ഈ പരിശോധനക്കൊന്നും ഈ നിരക്കുകൾ ഈടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പരിശോധന തികച്ചും സൗജന്യമായിരുന്നു. ഒറ്റൊരു കാരണമേ ഉള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ആശ്രയമാകുന്ന ഇത്തരം ഈ ആരോഗ്യശാലകൾ അവർ ജനങ്ങളോടൊപ്പം നിൽക്കണം. എന്നാൽ മാറി വന്ന UDF സർക്കാർ ഇപ്പോൾ ഈ ജനങ്ങളോട് ഇപ്പോൾ ശത്രുത വെച്ച് പുലർത്തുന്നു എന്ന കാര്യമാണ് നമുക്ക് പ്രധാനമായും പറയാനുള്ളത്. കാരണം മിക്ക പരിശോധനകൾക്കും നിരക്ക് ഒരു 10 or 20 രൂപയാണെങ്കിൽ നമുക്കത് പിന്നെയും നമുക്ക് പറഞ്ഞു വെക്കാം. പക്ഷേ ഇത് 800 രൂപ 500 രൂപയൊക്കെയാണ് കുത്തനെ വർദ്ധിപ്പിക്കുന്നത്. ഈ സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട ഇത്തരം ആരോഗ്യ മേഖല കെട്ടിടങ്ങൾ ഇത് ജനങ്ങളുടെ കഴുത്തറക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മനു, ചേതൻ, ആർദ്രം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ആശുപത്രികളുടെയും ചികിത്സാ സംവിധാനങ്ങളുടെയും മുഖം മാറ്റിയ സർക്കാരാണ് കഴിഞ്ഞ LDF സർക്കാർ എന്ന് പറയുന്നത്. മികച്ച ചികിത്സകൾ അതും സൗജന്യമായി തന്നെ പരമാവധി മനുഷ്യരിലേക്ക് എത്തിക്കുന്നു. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിന്റെ കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം കഴിഞ്ഞ 10 വർഷങ്ങളിൽ കൂടുതൽ തവണയും നമ്മളെ തേടിയെത്തിയതാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്താണ് കേവലം പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് 3 മാസം കൊണ്ട് മെഡിക്കൽ കോളേജിലെ സൗജന്യ സേവനങ്ങൾക്ക് ഫീസ് ഏർപ്പെടുത്താനുള്ള നടപടികളിലേക്ക് പോകുന്നത്. പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടോ അവിടെ? തീർച്ചയായും മനു, പ്രതിഷേധം ഉയർന്നു തന്നെ ചെയ്യുന്നുണ്ട്. ഈ സ്ഥലത്ത് ഉടൻ തന്നെ DYFI പ്രവർത്തകർ എത്തുന്നതായിരിക്കും. ഇത് ഈ പ്രതിഷേധ സൂചകമായി അവിടെ പ്രതിഷേധിക്കുന്നതായിരിക്കും. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം 12:30 1 മണിയോടുകൂടി തന്നെ DYFI പ്രവർത്തകർ പ്രതിഷേധം അതിൽ തീർക്കുമെന്നാണ് കാര്യമാണ് നമുക്ക് പ്രധാനമായും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വലിയൊരു അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്, കാര്യത്തിൽ തർക്കമില്ല. സാധാരണക്കാരായ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ പാത്തോളജി ഡിപ്പാർട്ട്മെന്റിലെ നിരക്ക് വർദ്ധിച്ചപ്പോൾ നമ്മൾ വാർത്ത നൽകിയതാണ്. സാധാരണക്കാരൊക്കെ വളരെ ദൈന്യതയോടുകൂടിയാണ് പറയുന്നത് തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചെത്തിയപ്പോഴാണ് ഇങ്ങനെ ഫീസ് വർദ്ധിപ്പിച്ചെന്ന കാര്യം അവരൊക്കെ ഞെട്ടിപ്പോയി. മനു, അതാണ് നമുക്ക് പറയാനുള്ളത്. പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ് നിരക്കെങ്കിൽ ഇപ്പോൾ സമഗ്രമായി എല്ലാ മേഖലയും ഹെമറ്റോളജി അടക്കം ക്യാൻസർ ചികിത്സയടക്കം ചെലവേറുന്ന കാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം പറയാനുള്ളത്. മനു, ശരി.